പപ്പി ഇതിനകത്ത് കിടക്കാൻ അവന് ഇഷ്ടമേ അല്ല. അപ്പൊ മഴ വന്നപ്പോ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കിടക്കുന്നത്. അല്ലാത്തപ്പോഴെല്ലാം അടുക്കള വശത്തും ഇവിടെയൊക്കെ നടക്കും. കൂട്ടില് ഒരു 4 വയസ്സുണ്ട് അവന്. മൃഗാശുപത്രി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് വളർത്തുനായ്ക്ക് ജീവഹാനി. സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ ഓമനിച്ചു വളർത്തിയ വളർത്തുനായുടെ വിയോഗത്തിൽ ദുഃഖിതരായി ഒരു കുടുംബം. സുഖമില്ലാത്തതിനെ തുടർന്ന് പുനലൂർ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച വളർത്തുനായ്ക്ക് മരുന്നുമാറി നൽകിയതാണ് ജീവഹാനിക്ക് കാരണമായതെന്ന് കുടുംബാംഗങ്ങൾ പരാതിയിൽ പറയുന്നു. ജൂൺ 7-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. അവന്റെ പേര്, ഡോഗിന്റെ പേര് പപ്പി എന്നാ. ഞങ്ങൾ നല്ല ഓമനിച്ച് വളർത്തിയിരുന്നത്. അതായത് പേര് വിളിച്ച് പപ്പി കണ്ണാന്ന് വിളിക്കുമ്പോൾ അവ ഓടി വരും. എപ്പോഴും അടുക്കള വശത്തിൻ്റെ കൂടെ കാണും. അങ്ങനെ അവനൊരു പനി വന്നതാ. പനി വന്ന് കൊണ്ട് കാണിച്ച് പനിയാന്നുള്ള ഇത് പറഞ്ഞൊരു 2-3 ദിവസത്തെ ഇഞ്ചക്ഷൻ വേണമായിരുന്നു. അങ്ങനെ അവനെ കൊണ്ടുപോയി 4-ാം തീയതി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് 5, 6, 7-ാം തീയതി കൊണ്ടുപോയപ്പോഴത്തേക്കും അവന് അപ്പോൾ 6-ാം തീയതി ഇങ്ങനെ ടയർഡായിരിക്കുന്നുണ്ട്. ഇത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പോൾ അത് മതി. പിന്നെ ഇവരുടെ അച്ഛൻ പറഞ്ഞതാ കൊണ്ടുപോകണ്ടെന്നുള്ളത്. അതായത് ഇത്രയും ഇതായില്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞനുസരിച്ച് അടുത്ത ദിവസം കൂടെ കൊണ്ടു ചെന്നത്. അപ്പോൾ കൊണ്ടു ചെന്നപ്പോഴേ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡോക്ടർ നല്ല ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയും ചെയ്തു. പിന്നെ ഡോക്ടർ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുളിക്കുന്ന സോപ്പിൻ്റെ പേര് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അകത്ത് പോയി അവർ ഇഞ്ചക്ഷനുള്ള റെഡിയാക്കിയപ്പോൾ ഞാനും മോനും കൂടെ അവൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോഴൊരു ലേഡി വന്നിട്ട് പറഞ്ഞ് കാലിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാലിലൊരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ അവൻ്റെ സ്കിന്നിലൊരു ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ 2 ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ ആ മരുന്നെടുത്ത് കൊടുത്തു. അകത്തുനിന്ന് വന്നിട്ട് പറഞ്ഞ് അപ്പോൾ എടുക്കുന്നതൊന്നും കണ്ടില്ല. പറഞ്ഞ് അങ്ങേയറ്റം അങ്ങോട്ട് കൊടുത്തേക്കാം, അവിടെ ഇത് ആടിനുള്ളതാന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 2 ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞല്ലോ ഇത്. അപ്പോൾ വെപ്രാളത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ കണ്ടതൊന്നുമില്ല. അതിനകത്ത് ഇതിനകത്ത് പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഉടനെ പറഞ്ഞു ഇത് ഡെമോക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് ഇത് എടുത്തത്. അപ്പോൾ 2 സിറിഞ്ചിലും എടുത്ത്. അപ്പോൾ ഉടനെ ഡോക്ടർ ഒന്നും നോക്കാതെ ഡെമോക്സ്, അതായത് കാര്യം ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, കാര്യം എവിടെ പറഞ്ഞാലും ഡെമോക്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, അതൊരു എന്തോ ഒരു സ്റ്റിറോയിഡ് ഉണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അത് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഉടനെ ഇവരകത്ത് പോയി ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ വന്നിട്ട് പിന്നെ ഈ ആടിനുള്ള ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോവുക. അടുത്ത ആനിമൽസിനെയൊക്കെ നോക്കുക, ഇത് പ്രശ്നമില്ലെന്നുള്ള രീതിക്ക്. അപ്പം ഞാനും മോനും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക, ഇവനിപ്പോൾ വയ്യാതെ വരുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വീണ്ടും അവരകത്ത് പോയി ഡിസ്കസ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിന് ട്രിപ്പ് ഇടാം കേട്ടോ, ഇന്ന് ട്രിപ്പ് ഇട്ടിട്ട് അങ്ങ് വിടാമെന്നുള്ള രീതിക്ക് പറഞ്ഞു. എന്നിട്ട് ട്രിപ്പിനുള്ളതും കൊണ്ടുവന്ന് ഈ ലേഡി വന്നിട്ട് എഴുതുന്ന ലേഡി വന്നിട്ട് വീണ്ടും ഒരു 3 ഇഞ്ചക്ഷൻ കാലില്, സ്കിന്നില്, അല്ലാതെ കഴുത്തിൻ്റെ ഇവിടെ കണ്ട 3 ഇഞ്ചക്ഷൻ വീണ്ടും എടുത്ത് ട്രിപ്പ് വിട്ടപ്പോൾ അവന് വോമിറ്റിങ്ങിനുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു ഡോക്ടർ, എന്തോ ഇതേ ഒരുമാതിരി ചുമക്കുന്ന ഇവൻ എന്താ വയ്യാതെ ഇവന് കാണിക്കുന്നു. അത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അവന് വോമിറ്റിംഗ് ഒന്നും ഇല്ല, പനി വന്ന് അവന് മരുന്ന് വെച്ച് അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് പെട്ടെന്ന് യൂറിൻ പോകുന്നു. അവന് പെടഞ്ഞ് ആ കണ്ണെല്ലാം കൂടെ വെളിയിലോട്ട് തള്ളി. അപ്പോഴേ അവിടെ കിടന്ന് ഞാനും മോനും കിടന്ന് ഭയങ്കര കരച്ചിൽ. അവിടെ ഒരു 5 പേരുണ്ടായിരുന്നു. ഒരു ആടിനെയും കൊണ്ടുവന്ന ഷീബ എന്ന് പറയുന്നവരുടെ പിന്നെ ഇഞ്ചക്ഷനാണ് തെറ്റിയെടുത്തത് ആദ്യം. അപ്പൊ ആ ഒരു നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ അവരെ അന്വേഷിച്ചിരിക്കുമായിരുന്നു. ആ നമ്പർ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് ആ നമ്പർ ഒന്ന് വേണം സാറേ എന്നുള്ള രീതിക്ക്. അപ്പൊ ഇവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഡോക്ടറെയും ഈ ഇവരെയൊക്കെ വിളിച്ചപ്പോൾ അവർ വന്ന് പറയുന്നത് ഡെമോക്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാ അത്. അപ്പൊ ഞാൻ ചോദിച്ചു 2 സിറിഞ്ചിലെടുത്തേ അതാവും. അപ്പം ഇവര് പറയുന്നത് ഒരേ ഒരു ഇഞ്ചക്ഷൻ എന്നാ. അത് തെളിവില്ലാതെ പോയി. അത് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേർ ഇവിടെ കിടന്ന് കരഞ്ഞ് അവനെ എടുത്ത് വയ്യാത്ത അമ്മയെ എടുത്ത് കുഴിച്ചിടുന്നത് അവനെ. കാര്യം വേറെ ഒന്നും അറിഞ്ഞൂടാ. ഒരു 3-4 ദിവസത്തോളം വിഷമമായിരുന്നു. പിന്നെ ഞാൻ കൊല്ലത്ത് പോയി പിന്നെ ആനിമൽ വെൽഫെയറിൻ്റെ അവിടെ പോയി അപേക്ഷ കൊടുത്തു. കാര്യം ഇത് വലിയ സഹിക്കാൻ വയ്യാത്ത. ഇപ്പൊ ഒരു 7-ാം തീയതി നടന്നതാ. ഇത്ര ദിവസമായിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. കാര്യം ഇന്നലെ വരെ എനിക്ക് വയ്യ, എനിക്ക് ടയേർഡായി സത്യത്തിൽ പറഞ്ഞാൽ. ഞാൻ ഇന്നലെയും വിളിച്ചു പോയി, ഡെയിലി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് ഷീബ എന്ന് പറയുന്നവരുടെ നമ്പർ ആദ്യം പറഞ്ഞ് കിട്ടിയില്ല, പിന്നെ കിട്ടി. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എൻ്റെ പപ്പിക്ക് പിന്നെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നെന്ന്, അവരുടെ ആടിന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. അത് കറക്റ്റാന്ന് ഞാനും പറഞ്ഞ്. അതല്ല എനിക്ക് അറിയേണ്ടത്. എനിക്ക് ഷീബ എന്ന് പറയുന്ന നമ്പറായിരുന്നു വേണ്ടത്.
ഞാൻ ചോദിച്ചപ്പം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് അത് പപ്പിക്ക് ട്രിപ്പ് ഇട്ടിരിക്കുക, അന്നേരം ആ ആടിന്റെ ഇഞ്ചക്ഷൻ എടുത്തത്. അത് കറക്റ്റ് തന്നെ. അവന് 3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് ട്രിപ്പ് ഇട്ടപ്പം ആടിനെ അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നു പോയിട്ട്. ഇതൊന്നും അല്ലായിരുന്നു സാറേ അറിയേണ്ടത് എന്തോന്ന് വെച്ചാല് ഷീബേഡ എന്ന് പറയുന്ന അവരുടെ ഒരു പിന്നെ OP ടിക്കറ്റിനകത്ത് ഹൈ ഡോസിലുള്ള ഒരു 50 കിലോ വരുന്ന ഒരു ആടാ അത്. അതിന് എന്തൊക്കെ ഒരു മുറിവുണ്ട്, അകിട് വീക്കം അങ്ങനെയൊക്കെ ഉള്ളതിന് 2-3 ദിവസം അവർ ചെന്ന ദിവസം എല്ലാം ഞാൻ കണ്ടവരെ ഞാനുമായിട്ട് സംസാരിക്കുന്നതായിരുന്നു. പക്ഷെ അന്ന് വന്നവർ 5 പേര് 5 വരെ ഉള്ളു. അപ്പൊ ഞാൻ ഈ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും എടുക്കാമായിരുന്നല്ലോ ഇഞ്ചക്ഷൻ, ഡോക്ടറും കമ്പൗണ്ടറും ഉണ്ട്, ഒരു ലേഡി കുറച്ച് ഇച്ചിരി മുടിയുള്ള. എന്നിട്ട് ഈ തുണ്ടെഴുതുന്നവരെ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. മരുന്ന് എടുത്തത് ഡോക്ടറും കമ്പൗണ്ടറും കൂടെ. അത് ഞാൻ കണ്ടതാ മഴ പെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് റെഡിയാക്കിയ ഉടനെ ഞാൻ ഓടി ഇങ്ങി വെളിയിൽ വന്നു. ഇപ്പൊ ഇവർ ഇതും കൊണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ വരുന്നത് തുണ്ടെഴുന്ന ലേഡിയാ. അവിടെ തുണ്ടെഴുതാൻ വേറെ ആളില്ല. അവര് ഓടി വന്നിട്ട് അപ്പൊ ചോദിച്ചപ്പം പറഞ്ഞത് ഒത്തിരി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് 100 പേരൊക്കെ കാണും, 100 ഈ ആനിമൽസ് ഒക്കെ ഡെയിലി കാണുമെന്ന്. സാർ അന്നത്തെ ദിവസം ഒരു 5 പേര്, ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു 5 പേര്. എല്ലാവരും ക്ഷമയായിട്ട് നിൽക്കുക. കുറച്ച് പേരെ കുറച്ച് എത്ര നേരം വേണേലും നിൽക്കും. ഒരു ആനിമലിനൊരു 10 മിനിറ്റ് എടുത്താലും മതിയല്ലോ. ധൃതി പിടിച്ച് എൻ്റെ കൊച്ചിന് ഒരു ദയം കാണിക്കാതെ ചെയ്തത്. അതാ ആദ്യത്തെ ഇഞ്ചക്ഷൻ തെറ്റിയെടുത്ത നമുക്ക് ആർക്കായാലും അറിയാം. തെറ്റിയെടുത്തു കഴിഞ്ഞ ഒരു ഇച്ചിരി സമയം ഒരു പെട്ടെന്ന് 3 മിനിറ്റിന് വീണ്ടും ഒരു 3 ഇഞ്ചക്ഷനും ട്രിപ്പും കൂടെ അവനിട്ട്. അപ്പോഴേ അറിയാം അവന് പോകുമെന്നുള്ളത് ക്ലിയർ ആയി. അതെന്തോ മറച്ചു വെക്കാം, ഹൈ ഡോസിലുള്ള മരുന്നിന്റെ അതിന്റെ യാതൊന്നും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം എനിക്കിപ്പം അവിടെ ചെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, അന്ന് വന്നവരുടെ ഒന്നും എനിക്ക് ഷീബ എന്ന് പറയുന്നവരുടെ ഫോൺ നമ്പർ തരും, ഒരു രീതിയിൽ അവർ തരത്തില്ല. ഒരു 3-4 പ്രാവശ്യം ചെന്ന് തരത്തില്ല. പോലീസ് സ്റ്റേഷൻ വഴി ചോദിച്ചു തരത്തില്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുമായിട്ട് സംസാരിക്കേണ്ട, അങ്ങനെ ഒരു പ്രശ്നം വരണ്ടെന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ല സാർ. പിന്നെ ഇവന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന 2-ാമത്തെ ദിവസം തൊട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അതായത് അത് ബുദ്ധിമുട്ടാവുമെന്നാ പറയുന്നത് ചെയ്താല്. അത് അവർക്ക് ബുദ്ധിമുട്ടാവും സാർ, അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. ഇപ്പം ഞങ്ങള് ടയർഡായിട്ടിരിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ വളരെ ടയർഡാ. നന്നായിട്ട് ഓടിക്കളിച്ച് ഭയങ്കര സ്നേഹമായിട്ടിരിക്കുന്നതാ. ഇനി എന്തോന്ന് വെച്ചാൽ ഇതിന് ഞാൻ പലയിടത്തും ചെന്ന്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ എനിക്ക് അവർക്ക് വേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാ എന്തോ ഇത് കറക്റ്റായിട്ടുള്ളത് കിട്ടുന്നില്ല. ഞാനൊരു പരാതിയും കൊണ്ട് ചെന്നിട്ട് എനിക്കല്ല അവിടെ ഇത് കിട്ടുന്നത്. അവര് പറയുന്നത് സമ്മതിച്ച പിന്നെ എനിക്കവിടെ എനിക്ക് 2-ാമതൊന്നും പറയാനില്ല. എത്ര ഇഞ്ചക്ഷനാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് 2 ഇഞ്ചക്ഷൻ, അവര് പറയുന്നു 1 ഇഞ്ചക്ഷൻ. അപ്പൊ 1 ഇഞ്ചക്ഷൻ അല്ലേ, അത് ഉറപ്പിച്ചു. പിന്നെ ഞാൻ എന്താ പറയണേ സാറേ, ഞാൻ എന്താ പറയാൻ, 1 ഇഞ്ചക്ഷനാന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് പോയപ്പം ഒരു 2 ദിവസത്തിനാ അന്വേഷിക്കാന്ന് പറഞ്ഞ്, 3-ാമത്തെ ദിവസം വിളിച്ച് 2 ദിവസത്തിനാന്ന് പറഞ്ഞ്. ഇന്നലെ വിളിച്ചു, എടുത്തില്ല. ഇന്നലെ വിളിച്ച് എന്തോ മീറ്റിംഗ്, ഇന്ന് വിളിച്ച് പറഞ്ഞ് ഒരു 10 ദിവസമൊക്കെ വേണം, ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചാൽ പറ്റത്തില്ല. 9-ാമത്തെ ദിവസം പിന്നെ ആയാൽ കൂടി അവർ വരത്തില്ല, ചിലപ്പോൾ 10-ാമത്തെ ദിവസം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം പോകും, മരുന്നിന്റെ എല്ലാ എഫക്റ്റും പോകും. ഒരു തെളിവില്ലാതെ പോകും. പുനലൂർ ലക്ഷ്മി വിലാസത്തിൽ MR ആശാരാജാണ് തൻ്റെ വീട്ടിലെ വളർത്തുനായ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് പുനലൂർ സർക്കാർ മൃഗാശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ഇഞ്ചക്ഷൻ എടുത്തതെന്ന് പരാതിക്കാരി പറയുന്നു. കാലിലും മുതുകത്തുമാണ് ആദ്യഘട്ടത്തിൽ ഓരോ ഇഞ്ചക്ഷനുകൾ എടുത്തത്. തുടർന്ന് പരിശോധിച്ച ശേഷം ഇത് വളർത്തുനായ്ക്കുള്ള ഇഞ്ചക്ഷനല്ലെന്നും ആടിന് നൽകുന്ന മരുന്നാണെന്നും ഡോക്ടർ പറഞ്ഞതായി ആശാരാജ് പറയുന്നുണ്ട്. 5 മിനിറ്റുകൾക്ക് ശേഷം 3 ഇഞ്ചക്ഷനുകളും ഒരു ട്രിപ്പും കൂടി വളർത്തുനായ്ക്ക് നൽകി. ഉടൻ തന്നെ ശാരീരിക അവശത പ്രകടിപ്പിച്ച നായ്ക്കുട്ടി വീണ് മരണപ്പെടുകയും ചെയ്തതായി കുടുംബം പറയുന്നുണ്ട്. വളർത്തുനായുടെ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ട ഉടമസ്ഥർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലത്രേ. ഇങ്ങനെ ഒരു ഡെമോക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഒരു ഡോഗിനെടുത്ത് ആടിനുള്ള കുഴപ്പമുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ മറുപടി ഇല്ല, സ്റ്റിറോയിഡ് അത് ഡോഗിനും എടുക്കാം, ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ മരുന്നിന്റെ പേരും പറഞ്ഞ്. ഇത് എല്ലാ ആനിമൽസിനും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 ഇഞ്ചക്ഷനിൽ 1 ഡോക്ടർ പെട്ടെന്ന് അത് ഡെമോക്സ് ആക്കി പ്രശ്നമില്ലാത്ത ആക്കി തന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.